പുതുവർഷം ഉണ്ടാവുകയാണ്. നമ്മൾ 2026 കടക്കുമ്പോൾ നാം പുതിയ നൂറ്റാണ്ടിലെ 25 വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ 25 വർഷം എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ സയൻസിന്റെ ഒരു പുരോഗതി കാണാൻ പറ്റും. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ്, അതായത് നമ്മൾ ഓരോ കാലഘട്ടം കഴിയുമ്പോൾ നമ്മുടെ ലോകം പുരോഗതിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ നൂറ്റാണ്ടിലെ 25 വർഷം എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിന്റെ അത്ഭുതപൂർവമായ ഒരു മുന്നേറ്റം തന്നെയാണ്. അതിന് കാരണം വെച്ചാൽ ഇന്റർനെറ്റിന്റെ ഒരു വരവ് നമ്മുടെ സമൂഹത്തെ ആകെ മാറ്റിമറിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കയ്യിലേക്ക് വന്ന മൊബൈൽ ഫോൺ, ഈ സാങ്കേതിക വിദ്യയുടെ ഫലമായി ഉണ്ടായ സോഷ്യൽ മീഡിയയുടെ ഒരു ഉപയോഗം, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഈ വീഡിയോ കോളിംഗ് എന്ന് പറഞ്ഞ അവസ്ഥ, നമ്മൾ പണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗൂഗിൾ പേ പോലുള്ള UPI ഉപയോഗിച്ചുള്ള പണം കൈമാറ്റ രീതികൾ, ഇത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത, നമ്മൾ മനുഷ്യ ബ്രെയിനിൽ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ പുതിയ നൂറ്റാണ്ടുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോമൊബൈൽ രംഗത്തുണ്ടായ മാറ്റങ്ങളൊക്കെ അത്ഭുതപൂർവപരമായ ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ തന്നെയാണ്. ആരോഗ്യ രംഗത്ത് പ്രത്യേകിച്ച് ഈ ന്യൂറോ സയൻസിന്റെ പുതിയ പുതിയ രീതികൾ, മനുഷ്യ ബ്രെയിനിനെ കുറിച്ചുള്ള പുതിയ പഠനങ്ങൾ, മനുഷ്യനെന്ന ഒരു രീതിയിൽ അതിൽ ശാസ്ത്രത്തിന്റെ നേട്ടം ഇത്രത്തോളം കൊണ്ടെത്തിച്ചെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അമ്പല കമ്മിറ്റികളും പള്ളി കമ്മിറ്റികളുമായി ഈ ശാസ്ത്രത്തെ പിന്നോട്ട് നയിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് കാണക്കേണ്ടത്. നമുക്ക് ഒരു പ്രത്യേക ഒരു നാണക്കേട് തോന്നാണ് ഇത്ര പ്രവർത്തനങ്ങളോട് തോന്നുന്നത്. ശാസ്ത്രം സയൻസ് രീതിയിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു 100 വർഷമേ ആവുള്ളൂ ശാസ്ത്രത്തിന്റെ ഈ കുതിപ്പ് തുടങ്ങിയിട്ട്. പ്രത്യേകിച്ച് ഈ 25 വർഷം എന്ന് വെച്ചാൽ അതിഗംഭീരമായുള്ള കുതിപ്പാണ്. ഇപ്പൊ ഇനി വരാൻ പോകുന്ന കാലം ഒരു 2050 വരെയുള്ള കാലം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത പല കാര്യം നടന്നതുപോലെ ഇനി നമ്മൾ ഒരിക്കലും ചിന്തിക്കാതെ, നമ്മുടെ മനുഷ്യ ബ്രെയിനിൽ ഒരിക്കലും അങ്ങനെ സങ്കല്പവും ഇല്ലാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ വരാൻ പറ്റുമെന്നാണ് ഈ രംഗത്തുള്ള ശാസ്ത്രജ്ഞന്മാരും ഗവേഷകരും പറയുന്നത്. ഇനി വരാൻ പോകുന്ന കാലം അതിബുദ്ധി വിപ്ലവ കാലം. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു സാങ്കേതിക വിദ്യയുടെ മേലമായി ഇനി ലോകത്തെ നിയന്ത്രിക്കുന്നത് AI എന്ന് പറഞ്ഞ ഒരു വിപ്ലവപരമായ മുന്നേറ്റത്തിലായിരിക്കും. നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത, നമുക്കിപ്പം ചില രാജ്യങ്ങളിൽ തന്നെ ഉണ്ട് ഡ്രൈവർ ഇല്ലാത്ത കാർ. നമ്മൾ വന്ന് കയറുന്നു, വണ്ടിയിൽ കയറുന്നു, നമ്മൾ പോകുന്ന സ്ഥലത്ത് എത്തുന്നു, ഇടയ്ക്ക് ചായ കുടിക്കാൻ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാൻ പറ്റും, ഡ്രൈവറില്ല. അങ്ങനെ ഒരു ഓട്ടോമൊബൈൽ രംഗത്ത് ഒരു വിപ്ലവകരമായ മാറ്റം വരാൻ സാധ്യതയുണ്ടെന്ന് നിരീക്ഷകർ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യ രംഗത്തുള്ള ഈ AI കൂടെയുള്ള ശാസ്ത്ര മുന്നേറ്റം, അത് ജനിതകപരമായ അസുഖങ്ങളെ കരുതിക്കൂട്ടി തന്നെ അതിനെ മനസ്സിലാക്കി അതിന് ചികിത്സാപരമായ മാറ്റങ്ങൾ വരുത്തി നമുക്ക് ചികിത്സാ രംഗത്തുള്ള മുന്നേറ്റം ഉണ്ടാവുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട 2040 ഈ നമ്മുടെ മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞത് 100 വയസ്സാവുമെന്നാണ് ഈ നിരീക്ഷകർ കണ്ടെത്തിയിരിക്കുന്നത്. മനുഷ്യന്റെ ഉത്ഭവ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ 25 മുതൽ 30 വയസ്സ് വരെയൊക്കെയാണ് മനുഷ്യന്റെ ശരാശരി ആയുർദൈർഘ്യം. ശാസ്ത്രത്തിന്റെ മുന്നേറ്റം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ആയുഷിന്റെ ദീർഘിക്കാൻ കഴിഞ്ഞു എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കാലഘട്ടം ഈ കേരളീയ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഈ വയോജനങ്ങളുടെ ഒരു മേഖലയായി ഇത് മാറാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ ഇവിടുത്തെ യുവജനങ്ങൾ ഈ ആധുനികവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലേക്ക് ഈ ചേക്കേറാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ നമ്മളിപ്പോഴും ഈ അമ്പല കമ്മിറ്റിക്കും പള്ളി കമ്മിറ്റിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അങ്ങനെ ഈ ചെറുപ്പക്കാരുടെ സന്തോഷം തന്നെ യുവജനങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ആധുനിക ശാസ്ത്ര യുഗത്തില്. അപ്പം ഇതിന് സന്തോഷമായ പ്രദേശങ്ങൾ, പക്ഷെ ഈ പറഞ്ഞില്ലേ ഈ ശാസ്ത്ര പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ ഈ മുന്നേറിയ രാഷ്ട്രങ്ങളുണ്ട്, മതത്തെ എടുത്ത് തോട്ടിലെറിഞ്ഞ രാഷ്ട്രങ്ങളുണ്ട്. അവിടെയൊക്കെ യുവജനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ നാട് ഇങ്ങനെ ഈ മതത്തിൽ കുളിച്ച് കിടന്നുകൊണ്ട് മതപ്രവർത്തനങ്ങൾക്കും മതരാഷ്ട്രീയങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുമ്പോൾ യുവജനങ്ങൾ പോവുക തന്നെ ചെയ്യുമെന്നാണ് യാഥാർത്ഥ്യമാണ്. അപ്പൊ നമുക്ക് ഇനി
ഇങ്ങനെ ഈ ശാസ്ത്ര പ്രചാരത്തിൽ നിന്ന് നമുക്കിങ്ങനെ ഇങ്ങനെ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പം ആ രീതിയിൽ മനുഷ്യരെ കാണണമെന്നുള്ള യാഥാർത്ഥ്യം സത്യമാണ്. പിന്നെ ഇനിയെല്ലാം ഈ വരാൻ പോകുന്ന കാലഘട്ടത്തിലെ AI കാലഘട്ടത്തിൽ ഇനി എല്ലാം ഡിജിറ്റൽ യുഗമാണ്. ബാങ്ക് എന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. ബാങ്ക് എന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ബാങ്കിൻ്റെ കാര്യങ്ങൾ, ബാങ്കിലേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണെന്ന് മനസ്സിലാക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ UPI വന്നു, ഇത് വന്നു, ATM കൗണ്ടറുകൾ വന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്നത് അതിനേക്കാളും ഉപരിയുള്ള സാങ്കേതിക വിദ്യ ഈ ബാങ്കിലേക്ക് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഡിജിറ്റൽ ലോകത്ത് ജീവിതം അനായാസ ജീവിതം ആയിരിക്കും എന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ സർക്കാർ ഓഫീസുകളിലേക്ക് ഇനി ആൾക്കാർ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പം തന്നെ ഏകദേശം അക്ഷയ സെൻറ്റർ വഴിയുള്ള സാധ്യതകൾ സാധ്യമാവുന്നുണ്ട്. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അഴിമതിയും കൈക്കൂലികളും ഇല്ലാതാവുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. അപ്പം നമ്മൾ ഇതുവരെയുള്ള രാഷ്ട്രീയ പോരാട്ടം എന്നത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഈ അഴിമതി, കൈക്കൂലി പോലുള്ള സാധനങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഈ ശാസ്ത്ര മേഖലയിലേക്ക് വരുമ്പോൾ അതില്ലാതാനുള്ള സാധ്യത പൂർണ്ണമായും ഉണ്ടാവുകയാണ് നിരീക്ഷകർ കരുതുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അറിവ് എന്നത് ഈ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കേണ്ട ഒരു ഭാരമല്ല എന്നൊരു രീതി വന്നു. അറിവ് എന്നത് നമ്മൾ കാണാതെ പഠിച്ച് ഈ തലച്ചോറിൽ സൂക്ഷിക്കേണ്ട ഒന്നല്ല എന്ന വിപ്ലവാത്മകരമായ ഒരു മാറ്റം ലോകത്ത് വ്യാപകമായാണ്. അപ്പോൾ അത് കാണാതെ പഠിച്ച് നമ്മൾ എല്ലാ പരീക്ഷകൾ എന്ന് പറയുന്നത് കാണാതെ പഠിച്ച് തലച്ചോറ് ശേഖരിച്ച് അത് പേപ്പറിലൂടെയും അല്ലെങ്കിൽ ഇൻ്റർവ്യൂയിലൂടെയൊക്കെ വരുന്ന ഒരു രീതിയാണ് നമുക്കിത് ഇപ്പം കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതല്ല ഇനി വരുന്നത് വെച്ചാൽ നിരീക്ഷകർ പറയുന്നത്, പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള നിരീക്ഷകരും മറ്റ് ഗവേഷകർ പറയുന്നത് ഇനി ഇന്റർനെറ്റിന്റെ യുഗമാണ്. നമുക്കിപ്പം തന്നെ ChatGPT, ഗൂഗിൾ ജെമിനിയൊക്കെ നമുക്ക് ഈ അറിവുകൾ തരുന്നതിൽ ഉണ്ട് എന്നാണ്, വിരൽത്തുമ്പിലുണ്ട്. അതിനേക്കാൾ ഉപരി ഇനി AI കണ്ണട എന്നൊരു സാങ്കേതിക വിദ്യ വരുന്നുണ്ട്. AI സ്മാർട്ട് ഗ്ലാസസ്. അതിലൊരു കണ്ണട പോലത്തെ കണ്ണടയാണ്. അതിൽ ക്യാമറ കാണും, സ്പീക്കർ കാണും. അപ്പം ഈ സാങ്കേതിക വിദ്യ നമ്മളെ കണ്ണട പോലെ വയ്ക്കുന്നു. ഇനി അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കും. 8 മുതൽ 10 പോലെ ഭാഷകൾ തന്നെ ഇപ്പം തന്നെ നിലവിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരു $200 കൊടുത്താണ് നമുക്കിത് സാധ്യമാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇത് വന്നു. ഇനി വില കുറയാൻ സാധ്യതയുണ്ട്. സാങ്കേതിക വിദ്യ വില കുറയാൻ സാധ്യത. അപ്പം പഠന കാര്യങ്ങളിൽ ഇനി കാണാപ്പാഠം പഠിച്ച് തലച്ചോറ് ശേഖരിക്കുന്ന ഇതിനേക്കാളും ഇനി നമ്മുടെ അറിവുകൾ വിരൽത്തുമ്പിൽ എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. മനസ്സിലായി? വിരൽ വേണ്ട, ഇത് കണ്ണട വയ്ക്കുകയാണെങ്കിൽ വിരലും ഉപയോഗിക്കാത്ത രീതിയിൽ സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്യാൻ സാധ്യത. അപ്പം ഈ ശാസ്ത്രം എത്രത്തോളം വികസിച്ചു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയാണ്. അപ്പം ഇതിലേക്ക് മനസ്സിലാക്കുന്നത് ഇനി ജോലി നഷ്ടപ്പെട്ടു പോകുമോ, ഇങ്ങനെ സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്യുമ്പോൾ ജോലി നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളത് അതിനും ഈ നിരീക്ഷകർ ചിലപ്പോൾ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. AI വഴി വരുമ്പോൾ സാധിച്ചാൽ നമുക്ക് ജോലി എളുപ്പമാവും, ജോലി ഭാരം കുറയും, മനുഷ്യൻ സന്തോഷിക്കാനുള്ള കൂടുതൽ സമയങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. ജോലി നഷ്ടപ്പെടുക എന്നുള്ള സാധനം, ജോലി ചെയ്യുന്നതിൻ്റെ അളവ് എണ്ണം കുറവായിരിക്കും, പക്ഷെ എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്ന രീതിയിലേക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്തൊന്നും യാതൊരു വിധമായിട്ടും ജോലി നഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്നും ഇവർ നിരീക്ഷിക്കുന്നുണ്ട്. ടെക്സ്റ്റൈൽ രംഗത്തും അങ്ങനെ മാറ്റം വരാൻ സാധ്യതയില്ല. പ്രോജക്റ്റ് മാനേജ്മെന്റ് അനാലിസം അതൊക്കെ ആ രീതിയിലുള്ള തൊഴിലുകൾ കൂടാനുള്ള സാധ്യതയുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഈ വേറൊരു ലോകം സംഭവിക്കുന്നതാണ് ഇന്ധനങ്ങൾക്ക് പകരം മറ്റ് ഇന്ധനങ്ങൾ, വൈദ്യുത ഇന്ധനങ്ങളും ഈ ഹൈഡ്രജൻ ഉപയോഗിച്ചുള്ള ഇന്ധനങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ധനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രങ്ങളുടെ രാജ്യ ക്രമീകരണങ്ങൾ, അവരുടെ ഭരണ ക്രമീകരണങ്ങൾ മാറാൻ സാധ്യത, അവരുടെ കുത്തകൾ പൊളിയാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ലോകം എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ മേഖലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ കാണാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ ഇപ്പോഴും മതത്തിൽ കുളിച്ച് ഈ അന്ധവിശ്വാസങ്ങൾ, ജാതി സംഘടനകൾ പുതിയത് ഉണ്ടാക്കുക, അതിൻ്റെ ഭാരവാഹികളെ കണ്ടെത്തുക, അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, രാഷ്ട്രീയക്കാർ അവരെ പിന്നാലെ പോവുക, ഈ ശാസ്ത്രത്തിന് ഏതൊരു മേഖലയിലും പ്രത്യേക പരിഗണന കൊടുക്കാതെ ജാതിയിലും മതത്തിലും കുളിച്ചു കിടക്കുന്ന സംഭവത്തിൽ നമ്മൾ മാറുന്നത് ദയനീയമാണ്. 2050 നാം ഒരിക്കലും ചിന്തിച്ച് പോലും ഇല്ലാത്ത ഒരു മാറ്റം വരാൻ പോവുകയാണ്. അപ്പം ശാസ്ത്രമാണ് അല്ലെങ്കിൽ സയൻസാണ് നമുക്ക്
ഈ സയൻസിനെ മുന്നോട്ട് പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട്, അതായത് നമ്മൾ 2026 നമ്മൾ ഇന്ന് കടക്കുകയാണ്. അതിനുവേണ്ടി എല്ലാവർക്കും ഒരു സന്തോഷകരമായ പുതുവത്സര ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.